ഓയൂരിലെ ആ തട്ടിക്കൊണ്ടുപോകൽ വാർത്ത പ്രേക്ഷകർ ഓർക്കുന്നുണ്ടല്ലേ? ഇന്ന് ആ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം നടന്നിട്ട് 1 വർഷമായിരിക്കുകയാണ്. പ്രതികൾക്ക് കർശന ശിക്ഷ ലഭിക്കണമെന്നും നീതിപീഠത്തിൽ വിശ്വാസമുണ്ടെന്നും കുട്ടിയുടെ പിതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേസിൽ പ്രതിഭാഗം വാദം ഡിസംബർ 4-ന് ആരംഭിക്കും. കഴിഞ്ഞ വർഷം നവംബർ 27-നായിരുന്നു കൊല്ലത്ത് നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത്. ഈ സംഭവം കേരള മനസാക്ഷിയെ ഞെട്ടിച്ചതാണ്. സംഭവം നടന്ന് 5-ാം ദിവസം തന്നെ പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തു. ചാത്തന്നൂർ കവിതാ ഭവനിൽ പത്മകുമാർ, ഭാര്യ അനിതകുമാരി, മകൾ അനുപമ എന്നിവരായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റാനാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് ഇവർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. 2-ാം പ്രതി അനിതകുമാരിയും 3-ാം പ്രതി അനുപമയും ഉപാധികളോടെ ജാമ്യത്തിലാണ്. കേസിൽ 90 ദിവസത്തിനുള്ളിൽ തന്നെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പ്രതിഭാഗം വാദം ഡിസംബർ 4-ന് ആരംഭിക്കും. പ്രതികൾക്ക് കർശന ശിക്ഷ ലഭിക്കണമെന്നും ഒരു മാതാപിതാക്കൾക്കും ഈ അനുഭവം ഉണ്ടാകരുതെന്നും പിതാവ് റജി റിപ്പോർട്ടറിനോട് പറഞ്ഞു. നീതി ന്യായപീഠത്തെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു മാതാപിതാക്കൾക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ മാതൃകാപരമായ ഒരു ശിക്ഷ നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേസിൽ ശാസ്ത്രീയ തെളിവുകളാണ് ഏറെയും. ബാലികയെ തട്ടിക്കൊണ്ടുപോകൽ, അന്യായമായി തടവിൽ പാർപ്പിക്കൽ, മുറിവേൽപ്പിക്കുക, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊല്ലം.